ക്രിസ്മസ് ലോകമതങ്ങളുടെ പ്രതീക്ഷ. തിന്മയുടെ ആധിപത്യത്തിൽ നിന്നും മനുഷ്യവംശത്തെ മോചിപ്പിക്കാൻ ദൈവം ഒരു രക്ഷകനെ അയക്കും എന്ന് മിക്ക ലോകമതങ്ങളും വിശ്വസിക്കുന്നു. രക്ഷയുടെയും രക്ഷകന്റെയും സ്വഭാവത്തെയും രക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന മാർഗങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ഏറെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പും തീവ്രമായ ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാ ജനതകളുടെയും പൈതൃകമാണെന്ന് പറയാം. BC 7-ാം നൂറ്റാണ്ടിൽ ലിഖിത രൂപത്തിലായ ബൃഹത്താരണ്യോപനിഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അസത്തോമാം സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോമാം അമൃതം ഗമയ എന്ന പ്രാർത്ഥന ഒരു ഉദാഹരണമാണ്. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീബുദ്ധൻ തനിക്ക് ശേഷം വരാനിരുന്ന ഒരു ഗുരുവിനെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു. ശ്രീബുദ്ധന്റെ സമകാലികനായിരുന്ന കൺഫ്യൂഷ്യസ് ശാശ്വതമായ ശാന്തിയും സന്തോഷവും ലഭിക്കുവാനും മരണത്തെ മറികടക്കാനും ഉതകുന്ന ഉപദേശങ്ങൾ തരാൻ വിശുദ്ധനായ ഒരാൾ സ്വർഗത്തിൽ നിന്നും വരണം എന്ന് പഠിപ്പിച്ചു. യവന കഥകളിൽ സുപ്രസിദ്ധമായ ഒന്നാണ് പ്രൊമത്യൂസിൻ്റേത്. ഒരു ദുരന്ത കഥാപാത്രമായ പ്രൊമത്യൂസിൻ്റെ കഥ അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കാനായി ഒരു ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന ശുഭപ്രതീക്ഷയോടെയാണ്. പാശ്ചാത്യ ചിന്തയുടെ ആചാര്യനായ സോക്രട്ടീസ് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, വരാനിരിക്കുന്ന സർവജ്ഞാനിയെ കാത്തിരിക്കുക. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപാകെ എങ്ങനെ പെരുമാറണമെന്ന് അവൻ പറഞ്ഞു തരും. ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കുന്ന ഒരു മഹാജ്ഞാനി. ചുരുക്കത്തിൽ ലോകത്തിലെ എല്ലാ പ്രാചീന ജനപദങ്ങളിലും തന്നെ വരാനിരിക്കുന്ന ഒരു രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷ നിലവിലിരുന്നു. ഈ പ്രതീക്ഷ ഏറ്റവും സജീവമായി നമുക്ക് കാണാനാവുന്നത് വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലാണ്. യുഗങ്ങളുടെ പ്രതീക്ഷ സാക്ഷാത്കരിക്കുന്ന ആ രക്ഷകനാണ് ഈശോ മിശിഹ. അവിടുത്തെ ജനന പെരുന്നാളാണ് ക്രിസ്മസ്.